നമ്മളെ ഒരു ചെറിയ കല്ലെടുക്കുക. എന്നിട്ട് ആ കല്ലിൻ്റെ മുകളിൽ അല്പം പഞ്ചസാരയോ തേനോ ശർക്കരയോ പുരട്ടി വെക്കുക. ഏതാനും നിമിഷം കഴിയുമ്പോൾ അതിൽ ഈച്ചകളും ഉറുമ്പുകളുമൊക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ദൂരെ നിന്ന് പോലും ഉറുമ്പുകൾ ആ കല്ലിൻ്റെ മുകളിൽ വന്ന് തേൻ കുടിക്കുക അല്ലെ പഞ്ചസാര തിന്നുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് കുറേ നേരത്തേക്ക് അല്ലെ ഏതാനും മണിക്കൂർ നേരത്തേക്ക് മാത്രമേ അല്ലെങ്കിൽ ഏതാനും ദിവസം മാത്രമേ അത് കാണുകയുള്ളൂ. ആ കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ തേനോ പഞ്ചസാരയോ തിന്നു കഴിയുമ്പോൾ ആ കല്ല് മാത്രം അവിടെ അവശേഷിക്കും. കാരണം പിന്നീട് ആ വന്ന ഈച്ചയ്ക്കോ അല്ലെങ്കിൽ ആ ഉറുമ്പിനോ ആ കല്ലിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല എന്നറിഞ്ഞാൽ അവരാരും പിന്നെ ആ കല്ലിൻ്റെ അടുത്തേക്ക് വരികയില്ല. പിന്നെ ആ കല്ല് മാത്രം അവശേഷിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈച്ച ആ കല്ലിനെ പൊതിയുന്നത് പോലെ ജനങ്ങൾ നമ്മുടെ ചുറ്റും പൊതിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കെല്ലാവരും ഉണ്ട് എന്ന്. എന്നാൽ ആ കല്ല് അവശേഷിക്കുന്നത് പോലെ നമ്മളിൽ ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ആ കല്ല് പോലെ നമ്മൾ അത് മാത്രമായിട്ട് തീരും. സ്നേഹമുള്ളവരെ, എല്ലാവരും ഉണ്ടെന്നുള്ളത് നമ്മുടെ വെറും തോന്നല, ആരും ഇല്ലെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. എല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ്. നമ്മളിൽ ഒന്നുമില്ലാതെ വരുമ്പോൾ നമുക്കുണ്ടായിരുന്നവർ പോലും നമ്മളെ സമീപിക്കത്തില്ല. നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നവരും വന്ന് കണ്ടുകൊണ്ടിരുന്നവരും ചിരിച്ചവരും സ്നേഹവും കുശലാന്വേഷണം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ നമ്മളിൽ ഉള്ളപ്പം മാത്രമാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിൽ ഒന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾ ഏകരായി തീരും. അതുകൊണ്ട് തന്നെയാണ് അറിവുള്ള പല മനുഷ്യരും പറയുന്നത് നമ്മളെപ്പോഴും ഏകരാണ്, നമ്മളെപ്പോഴും ഒറ്റയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണമെന്ന്. പലപ്പോഴും നമ്മുടെ എല്ലാം പല തോന്നലുകളാണ്. നമുക്കെല്ലാവരും ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി പേരുണ്ട് എന്ന്. നമുക്കൊന്നും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വരട്ടെ. ആ അവസ്ഥ നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? നമുക്കില്ലാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് അനേക അനുഭവങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് മുൻപേ ജീവിച്ചിരുന്ന അനേകരെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർ വളരെ പ്രൗഢിയോടും സമ്പത്തോടും ശക്തിയോടും ബലത്തോടും പിടിപാടുകളോടൊക്കെ ജീവിച്ചവരാണ്. എന്നാൽ ഇന്ന് അവർക്കൊന്നുമില്ലാതെ വന്നപ്പോൾ അവരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവരെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അവരെവിടെയാണെന്ന് പോലും ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഈ അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ടാണ് ഞാൻ ആ കല്ലിൻ്റെ ഉദാഹരണം പറഞ്ഞത്. കല്ലിൻ്റെ പുറത്ത് തേൻ ഒഴിച്ചപ്പോൾ ആ തേൻ കുടിക്കാൻ വേണ്ടിയാണ് ഈച്ചയും ഉറുമ്പും ഒക്കെ അവിടെ വന്നു ചേർന്ന്. തേൻ തീർന്നു കഴിഞ്ഞപ്പോൾ കല്ല് അവശേഷിച്ചപ്പോൾ അവിടെ ആരും വരാതായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പും ഈച്ചയൊക്കെ വരുന്നത് പോലെ അനേകർ നമ്മളെ പൊതിയും. നമ്മളിൽ ഉള്ളത് തീർന്നു കഴിയുമ്പോൾ ഈ പൊതിഞ്ഞവരെല്ലാം അപ്രതിഷ്ഠമാകും, നമ്മൾ മാത്രമാകും, കല്ല് മാത്രമായതുപോലെ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും ഉണ്ട് എന്നുള്ളത് വെറും തോന്നലുകളാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക. അതുകൊണ്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നേക്കാൾ ദൈവത്തെ നാം സ്നേഹിക്കണമെന്ന് എപ്പോഴും അനേകർ നമ്മളോട് പറയാറുള്ളത്. കാരണം എല്ലാ മനുഷ്യരും നമ്മളെ ഉപേക്ഷിച്ചു പോയാലും ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. ദൈവം എപ്പോഴും ഏതവസ്ഥയിലും മനുഷ്യനെ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു 100 തിന്മ ചെയ്താലും അവനൊരു 101ാമത് ഒരു നന്മ ചെയ്താൽ ആ നന്മ ദൈവം ഓർത്തിട്ട് അവനെ ചേർത്ത് പിടിക്കും. എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ? നമ്മളൊരു 100 നന്മ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പാകപ്പിഴ വന്നാൽ ആ 100 മറന്നിട്ട് നമ്മൾ ചെയ്ത ആ പാകപ്പിഴയെ മനുഷ്യൻ എടുത്ത് പൊലിപ്പിച്ച് കാണിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എപ്പോഴും എല്ലാ കാര്യത്തിനും ഏത് കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ മുൻസ്ഥാനം കൊടുക്കുക. ദൈവ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുക. ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും ആരെല്ലാം നമ്മളെ ഇട്ടിട്ട് പോയാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുവൻ അത് ദൈവം മാത്രമാണ്. കല്ലിൻ്റെ അവസ്ഥ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ഉണ്ടെന്നുള്ളത് വെറും തോന്നലും
ആരും ഇല്ല എന്നുള്ളത് ഒരു സത്യവുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.